73 വയസ്സുണ്ട് ശശികലയ്ക്ക്. വാർദ്ധക്യത്തോട് മല്ലിട്ട് 73ാമത്തെ വയസ്സിലും കൃഷി ഉപജീവനമാർഗമാക്കിയിരിക്കുകയാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിനി ശശികല പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണ് പോകുന്നവർക്ക് പ്രചോദനമാണ് ഉറപ്പായിട്ടും ഈ 73കാരി. വർഷം മുമ്പ് 4 മക്കളെയും ശശികലയെയും തനിച്ചാക്കി വിശ്വംഭരൻ ചേട്ടൻ യാത്ര പറയുമ്പോൾ പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുള്ള ഈ അമ്മയ്ക്ക് ആകെയുള്ള ആശ്രയം കൃഷി മാത്രമായിരുന്നു. അന്നു തൊട്ട് ഇന്ന് വരെ തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ ചിരി പേറുന്നവളാണ് ശശികല. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 23 വർഷമായി. 2000 മരിച്ചതാ. അന്ന് മുതൽ മക്കള്, എൻ്റെ മകൻ 4ാമത്തതാണ്, ഏറ്റവും ഇളയതാണ് ആണ്. മൂത്ത 3 പെൺപിള്ളേരായിരുന്നു. ചേട്ടനിങ്ങനെ പ്രഷർ വന്ന് തളർന്നിട്ട് ജോലിക്കൊന്നും പോകാതെ അങ്ങനെ ആയിപ്പോയി. വന്ന ആൾ തൊട്ട് കൃഷിയാ, വേറെ ഒന്നിനും വിടത്തില്ലായിരുന്നു. അന്ന് വേറെ ഒരു പണിക്ക് വന്നതിന് അവരിട്ടിട്ടില്ല. അന്ന് ആൾ തൊട്ട് കൃഷിയാ. പിന്നെ ഇന്ന് ഇപ്പോഴിങ്ങനെയാണെങ്കിലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിലൊക്കെ പച്ചക്കറി എടുക്കാൻ ആളിരിക്കും. അന്നൊക്കെ വട്ടിയിലാണ് നമ്മൾ തലയെ വെച്ച് കൊണ്ടുകൊണ്ട് പോയി കൊടുക്കണം. ഈ റോഡ് നില കൊടുത്ത് കന്നിക്കുഴി കൊണ്ട് കൊടുത്ത് പൈസയും മേടിച്ച് സാധനവും വാങ്ങിച്ചാൽ തിരിച്ചു വരുന്നത്. 3 പെൺമക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഇളയ മകന്റെ പഠനം, എല്ലാത്തിനോടും കുടുംബം കടപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണിനോടാണ്. നമ്മൾ അധ്വാനിക്കുന്ന എല്ലാം കൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു തീർത്ത് ഇതുവരെ. അന്നും അല്ല കൃഷിയുണ്ട്, കൃഷിയില ഉള്ളു, അല്ലാതെ വേറെ ഒരു ജോലി എനിക്കില്ല. അന്നോളെ എനിക്ക് കൃഷി അറിയാം. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ എല്ലായിടത്തും വെച്ച് പിടിപ്പിച്ചു കൊണ്ട് കൊടുത്തു, പൈസ വാങ്ങിച്ചു, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയി. മാൻ്റെ കാര്യം നടത്തും, മക്കളെയും പഠിപ്പിച്ച് 3 മക്കളെയും പഠിപ്പിച്ചാണ് അവരെയൊക്കെ വിവാഹം ചെയ്ത് വിട്ടത്. ഇന്നിപ്പോൾ ശശികല അമ്മയ്ക്കില്ലാത്ത കൃഷിയില്ല. 73ാമത്തെ വയസ്സിലും തന്റെ ഇടത്തോടെ ജീവിക്കുന്നു. കൃഷി എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മോനുണ്ടായിരുന്നപ്പോൾ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2ാം ഘട്ടം ഞാൻ ഇട്ടിരിക്കുകയല്ല. മോൻ പോയപ്പോൾ എല്ലാം തീരാനായിരുന്നു. അത് കഴിഞ്ഞ് 2ാം ഘട്ടം ഇപ്പം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രിപ്പൊക്കെ ഇട്ടതല്ലായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം കപ്പലണ്ടിയൊക്കെ ഇട്ട് പറിച്ച് ഇപ്പോൾ ഉണക്കി മാന് യുക്കയിലൊക്കെ കൊടുത്തിട്ട് പച്ചക്കറികളെല്ലാം കയറ്റിവിട്ട് നെല്ല് കൊയ്ത് കുത്തരി കുത്തിച്ച് അരി കൊടുത്തുവിട്ട്. മക്കളെല്ലാം സുരക്ഷിതരായി. ഇളയ മകൻ വിദേശത്ത്. വേണമെങ്കിൽ സുഖിച്ച് വീട്ടിലിരിക്കാം. അങ്ങനെയായാൽ തന്നെ തനിക്ക് നഷ്ടമാകുമെന്ന് ഇവർ കരുതുന്നു. ഈ കൃഷിയിലൂടെ ഇതെല്ലാം ചെയ്ത് അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ജീവിതം കൊണ്ടുപോകും. എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ആരോടും കൈ നീട്ടാതെയും ചോദിക്കാതെ നമ്മുടെ ആവശ്യത്തിന് 10 പൈസ കാശ് നമ്മുടെ കയ്യിലുണ്ടാവും. പച്ച വിരിച്ച കൃഷിയിടങ്ങളിലാണ് തന്റെ ആത്മാവെന്ന് ഈ അമ്മ എന്നേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അധ്വാനിക്കുന്ന പെണ്ണിന്റെ മനം നിറഞ്ഞ ചിരിക്ക് ശശികലാമ്മയുടെ ചിരി പോലെ ഭംഗിയുണ്ട്. രണ്ട് വെയിലേറ്റാ വാടിപ്പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഈ അമ്മച്ചി ഒരു സർവകലാശാലയാണ്. അപ്പൊ ഈ അമ്മച്ചിയുടെ അത്രയും കരുത്തൊന്നും ഇല്ലെങ്കിലും ആലപ്പുഴയിലെ 2 കരുത്തരായ വനിതകൾ നിങ്ങളോട് സൈൻ ഓഫ് പറയുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശശികലാമ്മയും ശരണ്യ സ്നേഹജനും. ശരണ്യ പറഞ്ഞതാണ് ആലപ്പുഴയിലെ 2 കരുത്തരായ വനിതകൾ അല്ലേ? അത് ഗംഭീരമായിരുന്നു ശരണ്യ, ഹാറ്റ്സ് ഓഫ്. ഒപ്പം ശശികലാമ്മ 73 വയസ്സ് ചില്ലറ പ്രായമല്ല. ശരണ്യ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് ചൂട് വന്നപ്പോൾ നേരത്തെ ഒന്ന് അവശതയിലേക്കൊക്കെ പോയ ഈ പ്രായത്തിൽ ശശികലാമ്മ കൊയ്യുന്നത് നേട്ടങ്ങളാണ് അല്ലെ? അപ്പോ ഇങ്ങനെ തന്നെ തുടരട്ടെ, ഒരുപാട് കാലം ഇങ്ങനെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാനാകട്ടെ. നമുക്ക് ഇനി ഒരുപാട് വാർത്തകളുണ്ട്, വനിതാ സ്പെഷ്യൽ സ്റ്റോറികളുണ്ട്, അതിലേക്ക് വരാം. മറ്റു വാർത്തകളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.